അപ്പം ഈ അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുന്നത് ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം മിസൈലാണ് അഗ്നി പ്രൈം എന്നുള്ളത്. അപ്പൊ അഗ്നി 1 മിസൈൽ ഉണ്ട്, അഗ്നി 2 മിസൈൽ ഉണ്ട്, അഗ്നി 3 ഉണ്ട്, അഗ്നി 4 ഉണ്ട്, അഗ്നി 5 ഉണ്ട്. ആ മിസൈലിന് ശേഷം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ എന്നുള്ളത്. അപ്പം ഈ അഗ്നി പ്രൈം മിസൈലിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിന്റെ ഏകദേശം നീളം എന്ന് പറഞ്ഞാൽ 10.5 മീറ്റർ നീളമാണ്. അതുപോലെ തന്നെ വീതി എന്ന് പറഞ്ഞത് 1.2 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഭാരം എന്ന് പറഞ്ഞത് 24,000 പൗണ്ട് ആണ് ഇതിന്റെ ഭാരം എന്ന് പറയാം. എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞത് ഈ മിസൈൽ വളരെയധികം ആക്യുറസി കൂടിയ മിസൈലാണ്. ഇത് ഏകദേശം ലെസ് ദാൻ 10 മീറ്ററിന് ആണ് ഇതിന്റെ ആക്യുറസി എന്ന് പറയാം. അതായത് 10 മീറ്ററിൽ താഴെയാണ് ഇതിന്റെ ആക്യുറസി എന്ന് പറയാം. അതായത് 10 മീറ്റർ, അതായത് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തുന്നതിന് 10 മീറ്റർ ചുറ്റളവിൽ ഇത് കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്തെ തകർക്കാൻ കഴിയുള്ള മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ എന്നുള്ളത്. ഇത് എന്തിന് ഇന്ത്യ വികസിപ്പിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ച മിസൈലാണ് അഗ്നി പ്രൈം മിസൈൽ എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ പാകിസ്ഥാനും അയൽരാജ്യമായ പാകിസ്ഥാനുണ്ട്, അതുപോലെ തന്നെ ചൈന ഉണ്ട്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിലുള്ള ത്രട്ടനിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വികസിപ്പിച്ച മിസൈൽ തന്നെയാണ് അഗ്നി പ്രൈം എന്നുള്ളത്. പാകിസ്ഥാനും ചൈനയും ഈ ദൂരപരിധിയിൽ പെടുന്നതാണ്. ആയതിനാൽ തന്നെ ഈ മിസൈൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നോക്കി ആലോചിച്ച് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ മിസൈൽ വിക്ഷേപിക്കുന്നത് നമ്മൾ ഒരു ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ലോഞ്ചർ വഴിയാണ്, ഒരു മിസൈൽ ലോഞ്ചർ വഴിയാണ് നമ്മൾ ഈ മിസൈൽ വിക്ഷേപിക്കുന്നത്. ഈ മിസൈൽ വിക്ഷേപിച്ച് കൃത്യമായി തന്നെ നമ്മൾ ഉദ്ദേശിച്ച ദൂരപരിധി ഇത് കവർ ചെയ്യാൻ വേണ്ടി ഈ മിസൈലിൽ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ